ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ പഴകിപ്പോയതോ ആയ പൗഡറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇനി ആരും വെറുതെ വലിച്ചെറിഞ്ഞ് കളയണ്ട കേട്ടോ. മുഖത്തിടുന്ന ഈ പൗഡർ ആളത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ഫാൻസി വളകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്പ് ഒത്തിരി ഉപകാരപ്പെടും. വലിപ്പം കുറഞ്ഞ ഇത്തരം വളകൾ ഇടുന്നതായിരിക്കും കൈകൾക്ക് ഏറ്റവും ഭംഗി. ചിലരുടെ കൈത്തണ്ടുകൾക്ക് വണ്ണം കുറവായിരിക്കും, പക്ഷെ കൈപ്പത്തിക്ക് ഒത്തിരി വണ്ണമായിരിക്കും. അങ്ങനെയുള്ളവരുടെ കയ്യിലൂടെ ഈ വളയൊക്കെ കയറാൻ കുറച്ച് പാടാണ്. എത്ര ചെറിയ വളകളാണെങ്കിലും ഈസി ആയിട്ട് കയ്യിലേക്ക് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. അത് നമ്മുടെ ഈ പൗഡർ വെച്ചിട്ട്. ആദ്യം തന്നെ കൈകളിൽ വെള്ളമോ വിയർപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ടവലുകൊണ്ട് നന്നായിട്ടും തുടച്ചുണക്കണം. അതിനുശേഷം ഒരല്പം പൗഡർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി എത്ര ചെറിയ വളയാണെങ്കിലും നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ കയ്യിലേക്ക് ഇടാൻ സാധിക്കും. കയ്യിൽ കിടക്കുന്ന ടൈറ്റായ വളകൾ ഊരിയെടുക്കാനും ഒരു നുള്ളു പൗഡർ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ചിലർക്കൊക്കെ പൗഡർ കൊണ്ടുള്ള ഈ ടിപ്പ് അറിയായിരിക്കും, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ടോപ്പിലൊക്കെ എണ്ണയോ അതുപോലെ തന്നെ ആഹാരാവശിഷ്ടങ്ങളൊക്കെ വീഴുന്നത് കാരണം പല്ലിയും പാറ്റയും ഉറുമ്പും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കൗണ്ടർ ടോപ്പും സ്റ്റൗ ടോപ്പും ഒക്കെ നന്നായിട്ടും തുടച്ച് ക്ലീൻ ആക്കിയ ശേഷം ഒരല്പം പൗഡർ ഇതുപോലെ ഒന്ന് വിതറി കൊടുത്താൽ മതി. പല്ലിയും പാറ്റയും എട്ടുകാലിയും ഉറുമ്പും ഒന്നും പിന്നീട് ആ പരിസരത്തേക്ക് പോലും വരില്ല. രാത്രിയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചെയ്തു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ക്ഷുദ്രജീവികളുടെ ശല്യം ഉണ്ടാവുകയില്ല. മാത്രമല്ല രാവിലെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് അനുഭവപ്പെടുകയും ചെയ്യും. നെക്സ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗളിലേക്ക് 1 സ്പൂൺ ചായപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ ടാൽക്കം പൗഡറും ഇട്ട് കൊടുക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് പൗഡർ വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാട്ടോ. ഇനി നമ്മുടെ ചായപ്പൊടിയും പൗഡറും ചേർത്ത് 1 സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ചായപ്പൊടിയും പൗഡറും ചേർത്ത് മിക്സാക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. ചായപ്പൊടിയും പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നൈസായ കുറച്ച് കോട്ടൺ തുണി എടുത്താലും മതി. ഞാനിവിടെ 2 പീസ് ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഒരു പീസ് ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ പൗഡർ മിക്സ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം മിക്സാണ് ഞാനിവിടെ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ടിഷ്യൂ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. സൈഡൊന്നും വിട്ടുപോകാതെ നന്നായിട്ട് മടക്കിയതിന് ശേഷം ഇത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അടുത്ത ടിഷ്യൂ പേപ്പറിലും ചായപ്പൊടി പൗഡർ മിക്സ് ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ പൊതിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 ടിഷ്യൂ പേപ്പറിലും ചായപ്പൊടി പൗഡർ മിക്സ് ഇട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് യൂസ്ഫുള്ളായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലിയെയും പാറ്റയെയും ഒക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത്. കിച്ചൺ കബോർഡ്സിനുള്ളിലും തുണി വയ്ക്കുന്ന അലമാരയ്ക്കുള്ളിലും അതുപോലെ തന്നെ കർട്ടൻ്റെ പിറകിൽ ജനലിൻ്റെ ഉള്ളിലേക്കാണ് പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ഒളിസങ്കേതങ്ങൾ. ഇതുപോലെ ചായപ്പൊടിയും പൗഡറും ചേർത്തുണ്ടാക്കിയ 1-2 പൊതികൾ വീതം പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എട്ടുകാലിയെ തുരത്തി ഓടിക്കാനും നല്ലൊരു മരുന്നാണ് കേട്ടോ നമ്മുടെ മിക്സ്. പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഇത് ഓരോന്ന് വച്ചാൽ മതി. ഇതിൻ്റെ ആ സ്മെല്ല് തീർന്നതുവരെ ഒരൊറ്റ പല്ലിയോ പാറ്റയോ ഒന്നും ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല. അത്രയ്ക്ക് സ്മെല്ലാണ് നമ്മുടെ മിക്സിന്. അതുപോലെ തന്നെ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഡെയിലി ഉപയോഗിക്കുന്ന ഷൂസിനുള്ളിലൊക്കെ വല്ലാത്തൊരു സ്മെല്ലുണ്ടാവാറില്ലേ? ഷൂസിനുള്ളിലെ ആ ബാഡ് സ്മെല്ല് മാറാനും നമുക്ക് ഇങ്ങനെ ഒരു സൂത്രം ചെയ്ത് വെച്ചാൽ മതി. ഷൂവിൽ നിന്ന് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ചായപ്പൊടി പൗഡർ മിക്സ് 2-3 പൊതികളിലാക്കി ഷൂവിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്തു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഷൂവിലെ ബാഡ് സ്മെല്ലെല്ലാം നിശേഷം മാറിക്കിട്ടും. ബാഡ് സ്മെല്ല് മാറാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ ഉറുമ്പ്, പഴുതാര തുടങ്ങിയ ജീവികളൊന്നും നമ്മുടെ ഷൂവിൻ്റെ അടുത്തേക്ക് പോലും വരില്ല. അപ്പോൾ ഈ ടിപ്പ് ആർക്കെങ്കിലും യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കണേ. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പുവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഗ്രാമ്പു നമുക്ക് നന്നായിട്ടും ചതച്ചെടുക്കണം. അതിനായിട്ട് ഒരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പുവിനോടൊപ്പം 2 ഏലക്കായ കൂടി ഇടികല്ലിലേക്ക് ഇട്ട് നല്ലതുപോലെ ചതച്ചെടുക്കാം. ഇതിങ്ങനെ ചതയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. നമ്മുടെ വീടിനകത്ത് ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന നല്ലൊരു സ്മെല്ലാണിത്. ചതച്ചെടുത്ത ഗ്രാമ്പൂവും ഏലക്കായും നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് കോരിയെടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരൊറ്റ ഐറ്റം കൂടി ചേർത്താൽ മതി. മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സ്ഥിരമായിട്ട് വാങ്ങി വയ്ക്കുന്ന ഒന്നാണ് കർപ്പൂരം. 3 കട്ട കർപ്പൂരമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മുടെ ഗ്രാമ്പു ഏലക്ക മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. കർപ്പൂര കട്ടകളെല്ലാം പൊടിച്ചിട്ടതിന് ശേഷം ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നമ്മുടെ വീടിനകത്ത് ഈച്ചയെയും കൊതുകിനെയും ഒക്കെ തുരത്തി ഓടിക്കാനുള്ള അടിപൊളി മരുന്നാണ് കേട്ടോ ഇത്. തയ്യാറാക്കിയെടുത്ത നമ്മുടെ മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചെറിയൊരു കുപ്പി വേണം. അടുത്തതായിട്ട് ഒരു പപ്പടക്കമ്പി ചൂടാക്കി ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് 4-5 ഹോൾസ് ഇട്ട് കൊടുക്കാം. കുപ്പിയുടെ പകുതിക്ക് മുകളിൽ, അതായത് ക്യാപ്പിൻ്റെ ഭാഗത്തായിട്ട് വേണം ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. കുപ്പിയിൽ ഹോൾസ് ഒക്കെ ഇട്ട് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ അടപ്പ് തുറന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗ്രാമ്പുവും ഏലക്കായും കർപ്പൂരവും ഒക്കെ ചേർത്ത മിക്സ് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് എല്ലാം കുപ്പിക്കുള്ളിലേക്ക് ഇട്ടതിന് ശേഷം കുപ്പി ഒന്ന് അടച്ച് നമുക്കിതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുപ്പിക്കുള്ളിലെ ദ്വാരത്തിൽ കൂടി ഗ്രാമ്പൂവും ഏലക്കായും കർപ്പൂരവും ഒക്കെ ചേർന്നുള്ള നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പുറത്തേക്ക് വരുന്നത്. കൊതുക്, ഈച്ച, പല്ലി, പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണിത്. കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് അവരെ കൊതുക് കടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കി ബെഡിൽ വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് റൂമിലോ ലിവിങ് റൂമിലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ആ ഭാഗത്തും പല്ലിയുടെയും കൊതുകിൻ്റെയും ഈച്ചയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല. കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി വയ്ക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൊതുകിൻ്റെ കടി കൊള്ളാതെ അവർ സ്വസ്ഥമായിട്ടിരുന്ന് പഠിച്ചോളൂ. ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും നിങ്ങളും ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കിച്ചണിൽ നിന്ന് യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു കർപ്പൂര കട്ട ഞാനിവിടെ കൈകൊണ്ട് പൊടിച്ച് നമ്മുടെ പൗഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസോളം ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പൗഡറും കർപ്പൂരവും നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതുകൊണ്ട് നമ്മുടെ പൗഡറും കർപ്പൂരവും ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീടിനകത്തുള്ള ഈച്ച, കൊതുക്, പല്ലി, പാറ്റ, ഉറുമ്പ് എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണിത്. സന്ധ്യാസമയത്താണല്ലോ കൊതുകെല്ലാം നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി നമ്മുടെ കട്ടിലിനടിയിലും മേശയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കൊതുകും പല്ലിയും പാറ്റയൊക്കെ ഒളിച്ചിരിക്കുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ കർട്ടൻ്റെ പിറകുവശം. അവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പൗഡറിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ആ സ്മെല്ലുള്ളത് കൊണ്ട് പല്ലിയും പാറ്റയും ഈച്ചയും കൊതുകും ഒന്നും പിന്നെ ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല. ഡൈനിങ് ടേബിളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ല് മാറാനും നമ്മുടെ ഈ സ്പ്രേ കൊണ്ട് നന്നായിട്ടും തുടച്ചാൽ മതി. കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ടോപ്പിലൊക്കെ നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടും തുടച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താൽ ആ ഭാഗത്തേക്ക് പിന്നെ പല്ലിയും പാറ്റയും ഒന്നും അടിക്കില്ല. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്